വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല, എനിക്കറിയാം നിങ്ങൾ വിശ്വാസത്തിൽ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഈ യൂദ യേശുക്രിസ്തുവിന്റെ സഹോദരനായ യൂദയാണ്. യേശുവിന്റെ അമ്മയായ മറിയയ്ക്ക് യേശു ജനിച്ചതിന് ശേഷം ആൺമക്കളും പെൺമക്കളും ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുത ബൈബിളിൽ തെളിവാണ്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ അർദ്ധ സഹോദരൻ എന്ന് പറഞ്ഞാൽ യേശുവിന്റെ അപ്പൻ സ്വർഗത്തിലെ പിതാവായ ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ. യൂദായുടെ അപ്പൻ ആരാണ്? യോസേഫാണ്. ഹല്ലേലൂയ. അർദ്ധ സഹോദരൻ. അമ്മ രണ്ടുപേരുടെ അമ്മ ഒന്നാണ് നമുക്കറിയാം. ഹല്ലേലൂയ. ഈ യൂദ എഴുതിയ ലേഖനമാണ് ഈ ലേഖനം. ഹല്ലേലൂയ. ഈ ലേഖനം എഴുതിയതിന്റെ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ അതിന്റെ മൂന്നാമത്തെ വാക്യമാണ്. മൂന്നാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. മൂന്നാമത്തെ വാക്യം, പ്രിയരേ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന്റെ ആവശ്യകത നിങ്ങളെ അറിയിപ്പാനായിട്ടാണ് ഈ ലേഖനം എഴുതുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ പ്രിയരെ, സ്വത്രം ഞാൻ 10ാം ക്ലാസ് തോറ്റതാ കേട്ടോ. സ്വത്രം വിജയോടന്റെ ഭാര്യ താരാറാണി ചേച്ചി, ഞാൻ അങ്ങനെയാ വിളിക്കുന്നത് കേട്ടോ. നമ്മുടെ ക്രിസ്താസഭ CSI സഭയില് എന്റെ ടീച്ചറായിരുന്നു, എന്റെ സൺഡേ സ്കൂളിന്റെ ടീച്ചറായിരുന്നു. എന്നെ ബൈബിളിൽ ഒരു വാക്യം വായിപ്പിക്കാൻ ചേച്ചി പെട്ട പാട് ഇപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ല. എന്നോട് ചോദിച്ചിട്ടുണ്ട്, സുരേഷ് എന്തുവാ ഈ വായിക്കുന്നേ? എനിക്കറിയത്തില്ലായിരുന്നു. ഒരു വാക്യം എനിക്കിപ്പോഴും സദൃശ വാക്യത്തിന്റെ ഒരു വാക്യമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഭയങ്കര പാട് കിട്ടും. ഹല്ലേലൂയ. എന്നാൽ സ്വതന്ത്രം ഇന്ന് ബൈബിൾ 9 പ്രാവശ്യം വായിച്ചു തീർത്തു. പ്രൈസ് ദി ലോർഡ്. 10ാമത്തെ തുടർമാനമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞത് ഒത്തിരി കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചു. അതുകൊണ്ട് കർത്താവിന് വേണ്ടി വചനം പ്രസംഗിക്കാൻ കർത്താവ് എനിക്ക് കൃപ തരുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയാം, ഏത് വ്യക്തിയെയും രൂപാന്തരപ്പെടുത്താൻ യേശുവിനെ കഴിയും. എത്ര മരമണ്ടനെയും ബുദ്ധിമാനാക്കാൻ യേശുവിനെ. ഞാൻ പറയാം, കുഞ്ഞുങ്ങളോട് പറയാം, വിദ്യാമയെ പരീക്ഷയ്ക്ക് നല്ല വിജയം വേണമെങ്കിൽ, നല്ല മാർക്ക് കിട്ടണമെങ്കിൽ യേശുവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ മുന്നോട്ട് കടന്നു പോകട്ടെ. യൂദായുടെ ലേഖനം എഴുതിയതിന്റെ പിന്നിലെ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി നിങ്ങൾ പോരാടണം. യുദ്ധം ചെയ്യണം, ഫൈറ്റ് ചെയ്യണം. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോടായിട്ട് പറയട്ടെ പ്രിയരെ, നമുക്ക് വിശ്വാസം ആര് തന്നതാ? യേശു തന്നതാ കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ബൈബിൾ പറയുന്നത്, കൃപയാണല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം രക്ഷിക്കപ്പെടുന്നത് വിശ്വാസം മൂലമാണ്.